നമസ്കാരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൻ്റെ ഭാഗമായിട്ട് അഫാൻ്റെ പിതാവ് തിരികെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ നിരവധി നിയമ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹം തിരികെ നാട്ടിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നില്ല എന്നും അദ്ദേഹം ഇഖാമ കാലാവധി കഴിഞ്ഞതിൻ്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അത് ഇവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയതോടെ അവിടുത്തെ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുകയും അദ്ദേഹത്തെ തിരികെ നാട്ടിലേക്ക് പെട്ടെന്ന് തന്നെ അയക്കുകയുമാണ് ഉണ്ടായത്. സാധാരണഗതിയിൽ ഒരു പ്രവാസി ഇത്തരത്തിലൊരു പ്രശ്നത്തിൽ പെടുമ്പോൾ ഇഖാമ കാലാവധി നിയമം ലംഘിച്ച് അവിടെ നിൽക്കുകയൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു ആഴ്ചയോളം ജയിലിൽ കിടന്ന് അവിടെ നിന്ന് നിയമ നടപടികളൊക്കെ നേരിട്ടിട്ടാണ് പുറത്ത് തിരിച്ചു വരുന്ന ഒരു പതിവുള്ളത്. പക്ഷേ ഈ ഒരു കേസിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരാഴ്ചത്തേത് മറിച്ച് 2 ദിവസം കൊണ്ട് തന്നെ അദ്ദേഹത്തെ തിരികെ എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ എത്തിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് സംസാരിച്ച പ്രവർത്തകരോടൊക്കെ പറയുന്നത് ഈ പറയുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഈ പുറത്തു വന്ന തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയൊന്നും റഹീമിൻ്റെ കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് വിവരം. ഏകദേശം ഉമ്മാക്കും ബാപ്പാക്കും ഉള്ള എല്ലാ കടവും വെച്ച് നോക്കുമ്പോൾ ഏകദേശം 20 ലക്ഷത്തോളം രൂപ മാത്രമേ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ എന്നും അത് എത്രയും പെട്ടെന്ന് തീർക്കാനുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നെന്നും ഉണ്ടായ സംഭവങ്ങൾ തികച്ചും അപ്രതീക്ഷിതം തന്നെയാണ് എന്നാണ് പിതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പ്രതികരണം. കൂടുതൽ വിവരങ്ങൾ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ പുറത്തു വരും. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം സംസാരിച്ച ആളുകൾ നമ്മളോട് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് ഈ 65 ലക്ഷം 70 ലക്ഷം എന്ന് പറയുന്നതൊന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ച് അവിടെ ദുബായിലും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഇവിടെ നാട്ടിലെത്തിയിട്ടുണ്ട്. കബറിടത്തിൽ പോയി അവിടുത്തെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ആശുപത്രിയിലെത്തി. ആശുപത്രിയിൽ നിന്ന് ഭാര്യയോട് സംസാരിച്ചപ്പോഴും ഭാര്യ പറഞ്ഞത് ഈ താൻ കട്ടിലിൽ നിന്ന് വീണതാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇദ്ദേഹത്തിനോട് സംസാരിച്ചതെന്നതാണ് വിവരം. അതുപോലെ തന്നെ 10 മിനിറ്റോളം അവിടെ ഭാര്യയോട് സംസാരിച്ചതിന് ശേഷമാണ് അഫാൻ്റെ പിതാവ് ഇവിടെ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുന്നത്. ഇവിടെ തറവാടിൽ, അതായത് അഫാൻ്റെ ഉമ്മയുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. സഹോദരങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ എന്ന് പറയാൻ ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ പേരിൽ ഇത്രയോളം കടം ഉണ്ടായിരുന്നില്ല. ഏകദേശം 20 ലക്ഷത്തിൽ മാത്രം ഒതുങ്ങുന്ന കടമാണ് ഉണ്ടായിരുന്നത് എന്നതാണ് പറയുന്നത്. ഈ കടം ഒതുക്കാൻ വേണ്ടി തന്നെ അഫാൻ്റെ പിതാവ് ഉണ്ടാക്കിയ വീട് വിൽക്കാൻ ഉൾപ്പെടെ പദ്ധതിയിട്ട ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്നതാണ് വിവരം. അതേസമയം അഫാൻ്റെ ഉമ്മയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നുണ്ട് എന്ന് തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എല്ലാ കാര്യങ്ങളോടും പ്രതികരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അഫാൻ്റെ പിതാവിനെയൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അവരോടായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നതൊക്കെ തീരുമാനിച്ചിട്ടാണ് അവിടെ നിന്നും ഇവരിറങ്ങുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ പോലും അഫാൻ്റെ ഉമ്മ അഫാൻ എവിടെ, അതുപോലെ തന്നെ ഇളയ അഫ്സാൻ എവിടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്നത് ഏറെ വേദനാകരം തന്നെയാണ്. എന്തായാലും അഫാൻ ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരം ഇതുവരെ ആ ഉമ്മയോട് പങ്കുവച്ചിട്ടില്ല എന്നത് തന്നെയാണ്. ഇനി ആരോഗ്യനിലയൊക്കെ പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ എത്തുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുമെന്നാണ് ആ കുടുംബം പറയുന്നത്.